പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ 124 സ്ഥാനം നിലനിർത്തി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഖത്തറിനോടും അഫ്ഗാനിസ്ഥാനോടും തോൽവി വഴങ്ങിയതോടെ ജൂണിൽ പുറത്തുവന്ന പട്ടികയിൽ ഇന്ത്യ 3 സ്ഥാനം പിറകോട്ടിറങ്ങിയിരുന്നു. ഇത്തവണ സ്ഥാനം നിലനിർത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 99 റാങ്കിലായിരുന്ന ഇന്ത്യ അതിനുശേഷം ഓരോ റാങ്കിങ്ങിലും താഴേക്കിറങ്ങുകയായിരുന്നു. ഏഷ്യയിൽ ഇന്ത്യ 22 സ്ഥാനം നിലനിർത്തി. റാങ്കിങ്ങിൽ ലോക ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ജേതാക്കളുമായ അർജന്റീന 1 സ്ഥാനം ഭദ്രമാക്കി. യൂറോ സെമിഫൈനലിസ്റ്റുകളായ ഫ്രാൻസ് 2 സ്ഥാനം നിലനിർത്തിയപ്പോൾ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ 5 സ്ഥാനം മുന്നോട്ട് കയറി 3 സ്ഥാനത്തേക്ക് കുതിച്ചു. യൂറോ ഫൈനലിസ്റ്റുകളായ ഇംഗ്ലണ്ട് 1 സ്ഥാനം മുന്നോട്ട് കയറി 4-ാമതെത്തി. അതേസമയം ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീൽ കോപ്പയിലെ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ 1 സ്ഥാനം പിറകോട്ട് പോയി 5-ാമതായി. 3 സ്ഥാനം താഴേക്ക് ഇറങ്ങി ബെൽജിയം 6-ാമതായപ്പോൾ നെതർലാൻഡ്സ് 7-ാം സ്ഥാനം നിലനിർത്തി. 2 സ്ഥാനം പിറകോട്ടിറങ്ങിയ പോർച്ചുഗൽ 8-ാമതും. കോപ്പ അമേരിക്കൻ ഫൈനലിലെത്തിയ കൊളംബിയ 9-ാം സ്ഥാനത്തുമെത്തി. ഇറ്റലി 10-ാം സ്ഥാനം നിലനിർത്തി. ഉറുഗ്വേ, ക്രൊയേഷ്യ, ജർമ്മനി, മൊറോക്കോ, സ്വിറ്റ്സർലാൻഡ്, USA, മെക്സിക്കോ, ജപ്പാൻ, സെനഗൽ, ഇറാൻ എന്നിവരാണ് 10 മുതൽ 20 വരെ റാങ്കിൽ. 17 സ്ഥാനം മുന്നോട്ട് കയറി 37-ലെത്തിയ വെനസ്വലയാണ് ഏറ്റവും വലിയ കുതിപ്പ് റാങ്കിങ്ങിൽ നടത്തിയത്. അതേസമയം ചെക്ക് റിപ്പബ്ലിക്കിനാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത്. 13 സ്ഥാനം പിറകോട്ട് പോയ അവർ 47-ാം സ്ഥാനത്തേക്ക് പതിച്ചു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.